പ്രൈസ് ലോർഡ്. വീണ്ടും നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാൻ ദൈവം മറ്റൊരു സന്ദർഭം കൂടെ നൽകി. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കുമാറാകട്ടെ. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ചില തീമുകളാണ്. ഇന്ന് ആഗ്രഹിക്കുന്നത് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനം 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ആ വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏലിയാവിനെ കുറിച്ച് നാം വായിക്കുന്നത് വലിയ കർത്താവിന്റെ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ എന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് ഉപയോഗിച്ച ഒരു പ്രവാചകൻ. പക്ഷെ യാക്കോബ് പറയാണ് അവൻ നമ്മെ പോലെയോ ആയിരുന്നു. നമുക്ക് ഉള്ള അതേ സ്വഭാവങ്ങളൊക്കെ തനിക്കും ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെ എഴുതുമോ? ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞാൽ തന്നെ നമുക്കത് പറവാനുള്ള ധൈര്യമുണ്ടോ? ഏലിയാവ് നമുക്ക് തുല്യനായിരുന്നു. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ സമസ്വഭാവമുള്ളവനായിരുന്നു എന്ന് പറവാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നു. അതാണ് ഞാൻ ഈ വാക്യത്തിൽ ചിന്തിച്ചത്. എന്നാൽ വേദപുസ്തകത്തിന്റെ ചിന്താഗതിയിൽ അങ്ങനെയുള്ളൂ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനിൽ നിന്ന് സകല മനുഷ്യരും ഉണ്ടായി. എല്ലാ മനുഷ്യർക്കും ദൈവം ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തിട്ടുണ്ട്. ദൈവാത്മാവ് അവനിൽ വസിച്ചാൽ അവൻ പാപ സ്വഭാവത്തിൽ നിന്ന് കടന്നു വന്ന് ദൈവാത്മാവിന്റെ ശക്തിയാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ആ ആത്മാവ് നമുക്ക് സകലത്തെയും ഉപദേശിച്ചു തരും. അങ്ങനെയാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതായി. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് തരും. അത് നിങ്ങളെ സകല കാര്യങ്ങളും ഉപദേശിച്ചു തരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ഈ സകലവും ഉപദേശിക്കുമെന്നേ ഈ യോഹന്നാൻ 14:26 പറയുന്നുള്ളൂ. എങ്കിലും 16:13 പറയുന്നത് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്താ? അപ്പൊ സകലവും ഉപദേശിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ കർത്താവ് ഒന്നുകൂടെ എടുത്തു പറയാണ്, അത് സകല സത്യത്തിലും വഴി നടത്തുന്നതാണ്. കാരണം ഈ ആത്മാവിന്റെ പേര് സത്യാത്മാവെന്നാണ്. നമ്മുടെ ദൈവം സത്യമാണ്, കർത്താവ് സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവിൽ നിന്ന് വരുന്നത് സത്യം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ മുഖസ്തുതി പറയരുതേ, പക്ഷപാതം കാണിക്കരുതേ, കാപട്യവും വഴക്കും നിങ്ങൾക്കുണ്ടാകരുത്. കാരണം സത്യാത്മാവാണ് നിങ്ങളെ വഴി നടത്തുന്നത്. അതുപോലെയാണ് പരിശുദ്ധാത്മാവിന്റെ പേര് തന്നെ പരിശുദ്ധാത്മാവെന്നാണ്. അപ്പോൾ സത്യം മാത്രമല്ല, പരിശുദ്ധമായത് എന്താണെന്ന് കർത്താവിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു നൽകും. അപ്പോൾ ഈ യാക്കോബ് പറയുക, ഏലിയാവ് നമുക്ക് തുല്യനായിരുന്നു, സമസ്വഭാവമുള്ളവനായിരുന്നു, നമ്മെ പോലെ ആയിരുന്നു. എന്നാൽ ഏലിയാവിനെ കുറിച്ച് നാം വായിക്കുന്ന ഉടനെ ഏലിയാവ് സാധാരണ 7 അത്ഭുതം ചെയ്തെന്നൊക്കെയാ സാധാരണ ഞാൻ വായിച്ചു കേൾക്കുന്നത്. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ, ഇന്നലെ ഞാൻ ഏലിയാവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി വായിച്ചു നോക്കിയപ്പോൾ കുറഞ്ഞത് 10 എണ്ണമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നേ നമുക്കറിയാം, പറഞ്ഞു ചെന്ന് ആഹാബിനോട്, നീ ഇങ്ങനെയൊക്കെയാണ് ദൈവജനത്തെ നശിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പറയാതെ ഇനി മഴ പെയ്യത്തില്ല. 3.5 വർഷം
മഴ പെയ്യത്തില്ല. ദൈവം അതിനെ അംഗീകരിച്ചു. 3.5 വർഷം മഴ പെയ്തില്ല. അതാണ് ഒന്നാമത്തെ താൻ ചെയ്ത വലിയ അത്ഭുതം. രണ്ടാമത് നമുക്കറിയാം, 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്യുമെന്ന് ആഹാബിനോട് പറയാം. എന്നിട്ട് താൻ ആകെ കാണുന്നത് കൈയുടെ പത്തിയുടെ വലിപ്പമുള്ള ഒരു മേഘമാണ്. കൈയുടെ പത്തിയുള്ള മേഘം കണ്ടാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ ഇന്ന് മഴ പെയ്യും? ലോകത്തുള്ള ഒരു മനുഷ്യനും പറയത്തില്ല. കൈയുടെ പത്തിയല്ല, ഒരു ആകാശം പകുതി നിറഞ്ഞു നിന്നാൽ നമുക്ക് ഉറപ്പില്ല ഇന്ന് അവിടെ മഴ പെയ്യുമെന്ന്. അപ്പോൾ കൈയുടെ പത്തിയുടെ വലിപ്പമുള്ള മേഘം കണ്ടിട്ട് താൻ ആഹാബിനോട് പറയുന്നത്, മഴ നിന്നെ തടയാതിരിപ്പാൻ രഥം കെട്ടി നീ വേഗം ഓടി നിന്റെ ദേശത്തേക്ക് പോകാൻ. അപ്പോൾ തന്റെ വിശ്വാസം എത്ര വലുതാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടാമത് മഴ പെയ്തു. വെറും കൈപ്പത്തിയുടെ അത്രയും വലിപ്പത്തിലുള്ള ഒരു മേഘം കണ്ടിട്ട് താൻ പ്രാർത്ഥിച്ചു. ദൈവം മേഘം അയച്ചു. ആ മേഘം മഴ പെയ്യും, ചെറിയ മഴയല്ല, വലിയ മഴ പെയ്യുമെന്ന് താൻ പ്രഖ്യാപിച്ചു. അതാണ് രണ്ടാമത്തേത്. 3.5 വർഷം പെയ്യരുതെന്ന് പറഞ്ഞു. അത് താൻ പ്രാർത്ഥിച്ച സമയത്ത് പെയ്യുമെന്നും ആഹാബിനോട് പറയുന്നു. അപ്പോൾ അത് 2 അത്ഭുതമാണ്, അല്ലാതെ ഒരത്ഭുതമായി ഞാൻ കാണുന്നില്ല. മഴ പെയ്യാതിരിക്കാനും പെയ്ക്കുവാനും താൻ ദൈവസന്നിധാനത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചു എന്ന് വേണം അതിന്റെ അർത്ഥം. മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, താനെ വിധവയുടെ വീട്ടിൽ ചെന്നിട്ട് മാവും ഓയിലും പറ്റാതെ ദൈവം നിന്നെ സൂക്ഷിക്കുമെന്ന് കൽപ്പിച്ചത് അത് നടന്നു. മൂന്നാമത് അവിടെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. നാലാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, താനെ കുതിരയുടെ മുൻപിൽ ഓടുന്നു. എന്താ? അപ്പോൾ കുതിര ഒരു കുതിരയല്ലായിരിക്കും ആഹാബിന്റെ രഥം എന്ന് പറഞ്ഞ് കുറഞ്ഞത് 4 എണ്ണം കാണും. അത് ഏറ്റവും ശക്തമായതും വേഗതയുള്ളതും മിടുക്കരുമായ കുതിരയെ ഉപയോഗിക്കാറുള്ളൂ രാജാവ്. അതിന്റെ മുൻപിൽ താൻ ഓടുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോൾ അത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു മഹാ അത്ഭുതമാണ്. അപ്പോൾ മഴ പെയ്യരുതെന്ന് പറഞ്ഞു, പെയ്യണമെന്ന് പറഞ്ഞു. 2 ഓയിലും മാവും വർദ്ധിച്ചു. 3 കുഞ്ഞിനെ ഉയർപ്പിക്കുന്നു. 5 പിന്നീട് ഈ കുതിരയുടെ മുൻപിൽ ഓടുന്നു. അത് കഴിഞ്ഞിട്ട് അത് കർമ്മേൽ പർവ്വതത്തിൽ നമുക്കറിയാം, താനെ വലിയ ചലഞ്ച് കൊടുത്തിട്ട് തീ ഇറക്കി തന്റെ യാഗപീഠം എല്ലാം കത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ പിടിക്കാൻ രാജാവ് 50 പട്ടാളക്കാരെയും ഒരു നേതാവിനെയും കൂടെ 3 പ്രാവശ്യം അയക്കുന്നുണ്ട്. അതിൽ 2 പ്രാവശ്യം 2 സന്ദർഭങ്ങളിൽ തീ ഇറങ്ങി ആകാശത്തിൽ നിന്ന് അവരെ നശിപ്പിക്കുന്നു. അപ്പോൾ താൻ 3 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി. 1 ആരാധനയ്ക്ക് വേണ്ടി, 2 ശത്രു സംഹാരത്തിന് വേണ്ടി. അപ്പം ഈ 3 എണ്ണം തീ ഇറക്കി എന്ന് പറയുന്നത് ഒരത്ഭുതമായി ഞാൻ കാണത്തില്ല. അത് 3 സന്ദർഭങ്ങളിൽ കർത്താവ് 3 പേരെ ഉയർപ്പിച്ചതുപോലെ 3 പ്രാവശ്യം വ്യത്യസ്തമായിട്ടാണ് തീ ഇറക്കിയത്. അതുകൂടാതെ നമുക്ക് കാണാൻ കഴിയും, ജോർദാൻ വറ്റിക്കുന്നു. പുറപ്പെടുത്തടിച്ചിട്ട് പറയുന്നു, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ അവൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ അത്ഭുതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഏലീശായോട് ചോദിക്കുകയാണ്, നിനക്കെന്തോ വേണം? നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് നിനക്കെന്തോ വേണം, ഞാൻ മരിക്കുന്നതിന് മുമ്പേ, അല്ലെ ഞാൻ എടുക്കപ്പെടുന്നതിന് മുൻപേ എന്ന് ചോദിച്ചിട്ട് അത് തരാൻ നമ്മളൊക്കെ കഴിവുണ്ടോ? ഇല്ല. അപ്പൊ അത് ദൈവം കൊടുത്തതാണ്. അതും പരിശുദ്ധാത്മാവിനെയാണ് കൊടുത്തത്. പരിശുദ്ധാത്മാവിനെ കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാനതിനെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. പെന്തക്കോസ്തുകാർ കാണുന്നത് പോലെയല്ല.
എനിക്ക് 4 ആത്മാവിന് തന്നു, ഏലിശായ്ക്ക് 8 കിട്ടിയെന്നല്ല, അല്ലെങ്കിൽ ഏലിയാവിന് 4 ഉണ്ടായിരുന്നു, ഏലിശായ്ക്ക് 8 കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. എനിക്കുള്ള ആത്മാവും ദൈവത്തിന്റെ ഏത് ദാസന്മാർക്കുള്ള ആത്മാവും വ്യക്തിയാണ്, അത് ശക്തിയല്ല, അതിനെ അളക്കാൻ പറ്റത്തില്ല. അളവില്ലാത്തവണ്ണം ദൈവം തരുന്നത് ഒരു വ്യക്തിയുടെ ആവാസമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവായ ഒരു ദൈവമാണ്. പുത്രനെ പോലെ, പിതാവിനെ പോലെയുള്ള ദൈവമാണ് വരുന്നത്. ആ ദൈവത്തിന്റെ കൃപയനുസരിച്ച്, ആ ദൈവത്തിലുള്ള വിശ്വാസമനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു, പ്രവാചകന്മാരും ദൈവദാസന്മാരും. അപ്പോൾ ഈ ഇരട്ടിപ്പങ്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഭാഷ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇരട്ടിപ്പങ്കെന്ന് പറഞ്ഞാൽ ആദ്യജാതനെ പോലെ, നിന്റെ മൂത്ത മകനെ പോലെ എന്നെ ആക്കണമെന്നർത്ഥം. കാരണം ഇരട്ടിപ്പങ്ക് മുഴുവൻ ആദ്യജാതന്റെ കാര്യങ്ങളാണ്. നമുക്കറിയാം, ജോസഫ് യാക്കോബിന്റെ 11ാമത്തെ മകനായി. തനിക്ക് ഇരട്ടിപ്പങ്ക് കിട്ടാൻ ഒരവകാശവുമില്ല. എന്നാൽ തന്റെ ജീവിതവും താൻ ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത ഗുണങ്ങളും കണ്ടിട്ട് യാക്കോബ് തന്നോട് പറയാ, നിന്നെ ഞാൻ എന്റെ ആദ്യജാതനെ പോലെ ഏറ്റെടുക്കുക. ആദ്യജാതനെ പോലെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ മനശ്ശെയും എഫ്രൈമിനും 2 അവകാശം കൊടുത്ത് അവരെ ഒരു ആദ്യജാതനെ പോലെ ആക്കി. അതുപോലെയാണ് ഇവിടെ ഏലിയാവാക്കുന്നത്. തന്റെ ആഗ്രഹപ്രകാരം നിന്റെ പ്രിയപുത്രൻ, നിന്റെ ആദ്യജാതൻ പോലെ എന്നെ ആക്കണം. അതാണ് ഇരട്ടിപ്പങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആത്മാവെന്ന് അവിടെ പറഞ്ഞുവെങ്കിലും അത് 4 4 8 അല്ലെങ്കിൽ 7 അത്ഭുതവും 14 അത്ഭുതവും അല്ലെങ്കിൽ 10 അത്ഭുതവും 20 അത്ഭുതവും അല്ല. പിന്നെയോ തന്നെ ഏറ്റവും പ്രിയം. കാരണം ഒരുപാട് പ്രവാചക ശിഷ്യന്മാർ ഏലിയാവിനുണ്ടായിരുന്നു. ബേഥേലിലുണ്ടായിരുന്നു, എരിഹോവിലുണ്ടായിരുന്നു, ഗിൽഗാലിലുണ്ടായിരുന്നു. ആ പോയിടത്തൊക്കെ കണ്ടു. അപ്പൊ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രവാചകൻ ഏറ്റവും അവസാനം വിളിച്ചതാ ഏലിശായി. മറ്റവരൊക്കെ കൂടെ ഉണ്ടായിരുന്നവരാ. അവരെയൊക്കെ മാറ്റിയിട്ട് ഒരു ആദ്യജാതരെ പോലെ ആക്കി തീർക്കുക. അപ്പോൾ അതും ദൈവം കൊടുത്തു. അപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ എന്നെ പോലെയാണ്, നിങ്ങളെ പോലെയാണെന്ന് യാക്കോബ് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സമ്മതിക്കാൻ പറ്റും? പക്ഷെ അതാണ് ദൈവത്തിന്റെ ചിന്താഗതി. ഈ ഏലിയാവിനോടൊപ്പം യേശുക്രിസ്തുവിന്റെ മരുഭൂമലയിൽ കടന്നു വന്നത് മോശയാണ്. അപ്പോൾ മോശ ഇസ്രായേൽ മക്കളുടെ വലിയൊരു നേതാവാണ്. കാരണം താൻ മുഖാന്തരം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ദൈവം ന്യായപ്രമാണം കൊടുത്തു, 10 കൽപ്പനയൊക്കെ കൊടുത്തത് മോശ മുഖാന്തരമാണ്. അപ്പോൾ മോശ അവർക്ക് വലിയ ആളാണ്. പക്ഷെ യേശു പറയുന്ന ശ്രദ്ധയിലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പറയും മോശ നിങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പം തന്നു. പക്ഷെ അതിന് 32-ാം വാക്യം പറയാണ്, യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശ അല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ. ഇതാ വ്യത്യാസം. നമ്മൾ കാണുമ്പോൾ മോശ വലിയ ആളാ. 10 വ്യാധി വരുത്തി, മരുഭൂമിയിൽ വെള്ളം കൊടുത്തു, എല്ലാ ആഹാരങ്ങളും കൊടുത്തു. പക്ഷെ മോശ ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കർത്താവ് പറയാണ്, അത് മോശമൊന്നുമല്ല, എന്റെ പിതാവാണ് ഇത് നൽകിയത്. മോശയുടെ വടി കൊണ്ടു നടന്നാൽ വല്ല ഗുണവുമുണ്ടോ? മോശ പറയാ, ഞാനല്ല പ്രവർത്തിച്ചത്, ഈ വടിയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പലരും മോശയുടെ വടിയെ, അഹരോന്റെ വടിയെ ഒക്കെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. അതിനല്ല ശക്തി. മോശയുടെ കയ്യിലുള്ള വടി താനൊരു കഴിവില്ലാത്തവനാണെന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ, നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അത് ഈ വടിയാണ്, ആ വടിയെ പോലും ഞാൻ ഉപയോഗിക്കുന്നവനാണ് എന്ന് കർത്താവ് പറയാ. നിന്നെ മാത്രമല്ല, നിന്റെ കയ്യിലുള്ള വടി പോലും ഉപയോഗിക്കുവാൻ എനിക്ക് കഴിയും.
അപ്പോൾ നീ സാധാരണക്കാരനായി നീ ചിന്തിച്ചാലും ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ ദൈവം നിന്നെ അസാധാരണമായി ദൈവത്തിന്റെ ആയുധമായി ദൈവം നിന്നെ ഉപയോഗിക്കും. അപ്പോൾ യേശു പറയാണ്, മോശ അല്ല നിങ്ങൾക്ക് നൽകിയത്, പിന്നെ ആരാ നൽകിയത്? എന്റെ പിതാവത്രേ നൽകിയത്. അപ്പോൾ മോശ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന യഹൂദന്മാരോടാണ് പറയുന്നത്. ഇവിടെ യാക്കോബ് പറയാണ്, മോശയോടെ പ്രത്യക്ഷപ്പെട്ട ഏലിയാവും നമുക്ക് തുല്യനാണ്. അത് നമ്മൾക്ക് ദഹിക്കുകയില്ലെങ്കിലും ദൈവം അങ്ങനെയാ കാണുന്നത്. ഇനി നമുക്ക് യാക്കോബിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. യാക്കോബ് ഇത്രയും വലിയ കാര്യമൊക്കെ നമ്മളോട് പറയുന്നു, ഏലിയാവെ നമുക്ക് തുല്യനാ എന്ന് പറയുന്ന യാക്കോബ് തന്നെ കുറിച്ച് എന്താ പറയുന്നതെന്നൊന്ന് ചിന്തിക്കണ്ടേ? നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്. യാക്കോബ് എന്താ സത്യത്തിൽ എഴുതേണ്ടത്? യാക്കോബ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ സഹോദരനും യെരുശലേമിന്റെ പാസ്റ്ററും അവസാനം കർത്താവ് പ്രത്യക്ഷപ്പെട്ട അപ്പോസ്തലനുമാക്കിയ യാക്കോബ് എഴുതുന്നത് എന്നാ എഴുതേണ്ടത്. നമ്മളൊക്കെയാണ് അങ്ങനെ എഴുതുന്നത്. ഇന്ന് കണ്ടിട്ടില്ലേ, ആരെങ്കിലും ദൈവത്താൽ ഒരല്പം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ വന്നാൽ പിന്നെ ഒയ്യോ ദൈവത്തിന്റെ അതിശ്രേഷ്ഠദാസൻ അല്ലേ, അല്ലെങ്കിൽ IPCയുടെ പ്രസിഡന്റ്, ചർച്ചക്കോഡിന്റെ ഓവർസിയർ, അസംബ്ലിസോഡിന്റെ സൂപ്രണ്ടന്റ്, ഇതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. ആ പേര് പോലുമില്ല. ഓവർസിയർ എന്നുണ്ട്, അത് പറഞ്ഞാൽ പാസ്റ്റർ എന്നേ ഉള്ളൂ. ഓവർസിയർ എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ, എൽഡറെ ഒക്കെ ഉള്ളൂ, അല്ലാതെ വലിയ ആളെന്ന് വേദപുസ്തകത്തിലില്ല. ബിഷോപ്പ് എന്ന് പറഞ്ഞാലും വലിയ ആളല്ല, ഒരു പാസ്റ്റർ എന്ന്, ഉപദേശി എന്നേ അർത്ഥമുള്ളൂ. പ്രസിഡന്റ് എന്നും സെക്രട്ടറി എന്നൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. എവിടുന്നോ കടമെടുത്തിട്ട് ശ്രേഷ്ഠന്മാരാക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് പരസ്യങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? ഇന്ന ചർച്ചിൽ 16 വർഷം സെക്രട്ടറി ആയിരുന്നത്രേ. എങ്ങനെയാ സെക്രട്ടറി ആയതെന്ന് ദൈവത്തോടും അവിടെയുള്ള ജനങ്ങളോടും ചോദിക്കണം. അല്ലെങ്കിൽ PC നാക്കിന്റെ കൺവീനർ. ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം പ്രിയമുള്ളവരെ. ഇതൊന്നും അല്ല ആര് പറഞ്ഞത്? യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് ഏലിയാ പോലും നമുക്ക് സ്വഭാവമുള്ളവൻ. യേശു പറയുന്നു, മോശ അല്ല നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തത്. പിന്നെ യാക്കോബ് തന്നെത്താൻ പറയാണ്, ഞാൻ കർത്താവിന്റെ ദാസനാണ് എന്ന് പറഞ്ഞാൽ ഒരടിമയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ തനിക്ക് ഒരുപാട് കാര്യം പറയാം. പത്രോസിനെ മാറ്റി എന്നെയാണ് യെരുശലേമിലെ പാസ്റ്ററാക്കിയത്, ഞാനാണ് കർത്താവിന്റെ സഹോദരൻ, ഞാനാണ് 3 പേരിൽ ഒരു തൂണ്. പൗലോസ് പറയുന്നത്, ഞാൻ യെരുശലേമിൽ ചെന്നപ്പോൾ അപ്പോസ്തലന്മാരായ 3 പേരെ കണ്ടു. ഒന്ന് പത്രോസ്, ഒന്ന് യോഹന്നാൻ, ഒന്ന് യാക്കോബ്. യാക്കോബ് എന്ന് പറയുന്നത് യേശുവിന്റെ സഹോദരനായ യാക്കോബ. മറ്റേ യാക്കോബിനെ കൊന്നു. അപ്പോൾ യാക്കോബ് യെരുശലേമിലെ പാസ്റ്ററായി, വലിയ സഭയുടെ പാസ്റ്ററായി. അപ്പോൾ പുകഴുവാൻ ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെ പറഞ്ഞ് 15-ാം അധ്യായത്തിൽ കൺക്ലൂഷൻ കൊടുക്കുന്ന ബെനഡിക്ഷൻ പറയുന്നത് യാക്കോബാണ്. പത്രോസ് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ യാക്കോബ് വലിയ ആളായി. പക്ഷെ യാക്കോബ് കാണുന്നത് ഞാൻ കർത്താവിന്റെ ദാസനാണ്. ഇത് കാരണം എന്താ? നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് ഒന്ന് ഉള്ളിക്കയറ്റണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്താഗതി വരത്തുള്ളൂ. യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവരെ പോലും നിങ്ങൾ ആകരുത്. നിങ്ങൾ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്നതൊന്നും തേടരുത്. നിങ്ങൾ റബി എന്ന് പേരെടുക്കരുത്. പിന്നെ നിങ്ങൾ വലിയ ടീച്ചറാണെന്ന് പറഞ്ഞ് ഗമയെടുക്കരുത്. നിങ്ങളോ 9-ാം വാക്യം 23-9, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. എന്താ?
നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. അതിന് മുകളിലാണ് പറഞ്ഞിരിക്കുന്നത്, പരീശന്മാർ, ശാസ്ത്രിമാർ, അവർ തൊങ്ങൽ വലുതാക്കുന്നു, അവർക്ക് വലിയ ഉടുപ്പ് വേണം, അവർക്ക് കോളർ വേണം, അവർക്ക് മുഖ്യ സ്ഥാനം വേണം, മുഖ്യ പേര് വേണം എന്ന് പറഞ്ഞ റൈറ്റ് റവറൻഡും ഡോക്ടറും ഒക്കെ വേണം. 10ാം ക്ലാസ് പാസ്സാകാത്ത 100 പെന്തക്കോസ്ത് ഡോക്ടർമാരുണ്ട്. എന്താ ഇന്നലെ ദൈവം അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല പ്രസംഗം ചെയ്താൽ ഇന്ന് അവർ ഡോക്ടർമാരാണ്, പരീശന്മാരുടെ അപ്പന്മാരാണ്. അല്ല, അനിയന്മാരല്ല, അപ്പന്മാർ. പ്രിയമുള്ളവരെ, യാക്കോബ് പറയാണ്, ഏലിയാവ് നമുക്ക് സ്വഭാവം പറയും. അപ്പോൾ ഞാൻ മോശയെ കാണിച്ചു, ഞാൻ ഏലിയാവിനെ കാണിച്ചു, യാക്കോബിനെ കാണിച്ചു. ഇനിയും ചില മഹാന്മാരെ കൂടെ ഞാൻ കാണിക്കാം. മഹാന്മാരെന്ന് വേദപുസ്തകം ചിത്രീകരിക്കുന്നവരുടെ മനോഭാവം നോക്കിക്കേ. നമുക്ക് ദാവീദിനെ നോക്കേ. ദാവീദ് ഗോലിയാത്തിനെ കൊന്നതല്ല ഞാൻ പറയാൻ പോകുന്നത്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നതിന് മുമ്പ് തനിക്കൊരു സാക്ഷ്യമുണ്ട്. താൻ പറയാണ്, ഞാൻ ഒരിക്കലും ഒരു ആടിനെ പിടിക്കാൻ വന്ന സിംഹത്തെ, ഒരു ആട്ടിൻകുട്ടിയെ പോലും വലിച്ചു തീർക്കും. അപ്പൊ തനിക്ക് ഒരു ആട്ടിൻകുട്ടി ഒന്നുമില്ല. നമ്മളെ ഒരു പഴമെടുത്ത് മുറിക്കുന്നത് പോലെ, കാരണം ഒരു ആട്ടിൻകുട്ടിയെ മുറിക്കുന്നത് പറയാം. എന്നിട്ട് ഒരു സിംഹത്തെ കൊന്നു, അത് കഴിഞ്ഞ് കരടിയെ കൊന്നു. ആടിനെ നമ്മളാണെങ്കിൽ ലോകം മുഴുവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കും. ആകെ ദാവീദ് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ. അതെന്തിനാ? തന്നെ കുറിച്ച് അറിയാത്തവരെ കൺവിൻസ് ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പറയാനായിട്ട് പറഞ്ഞത്. അത് ഒരിക്കലേ എഴുതി വെച്ചിട്ടുണ്ട്. ആ കരടിയാണ് മൃഗത്തിന്റെ കൂട്ടത്തിൽ രണ്ടാമതായി ദാനിയേലും ഒക്കെ ദർശനത്തിൽ കാണുന്നത്. ഒന്നാമത് സിംഹമാണെങ്കിൽ രണ്ടാമത് കരടിയാണ്. ഭയങ്കര ശക്തി, മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതും മൃഗങ്ങളെ പിടിച്ചു കൊല്ലുന്നതും ആയ സിംഹവും കരടിയെയും. ഒരാട്ടിൻകുട്ടിയെ പോലും വന്നത്. ആട്ടിൻകുട്ടിയെ പോയിട്ട് കോഴിയെ നമുക്ക് വലിച്ചു കീറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ താൻ ആരായിരുന്നു? ഗോലിയാത്തിനെ കൊല്ലുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ തന്നോട് ചോദിച്ചേ, ഞാൻ തള്ളയാടുകളെ മേയിച്ചുകൊണ്ട് കിടന്നപ്പോൾ നിന്റെ അപ്പനെ മാറ്റി എന്നെ സിംഹാസനത്തിൽ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. അല്ലാതെ ശ്രേഷ്ഠദാസനും പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആയിട്ട് താൻ പ്രസന്റ് ചെയ്യുന്നില്ല. ഇന്ന് നിങ്ങൾ പ്രസംഗവേദി നോക്കെ പീസിനാക്കിന്റെയും സഭകളുടെ കോൺഫറൻസും കൺവെൻഷനും ഒക്കെ ആദ്യത്തെ 5 മിനിറ്റ് അവിടെ ഇരിക്കുന്ന പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വലിയാളെയും പൊക്കലാ ജോലി. യേശു ഒക്കെ അസ്ഥാനത്താ. അവരെ 10 മിനിറ്റിന്റെ ജോലി. എന്താ, ഒരു മഹാന്മാരാണെന്നാണ് എല്ലാവരും പറഞ്ഞു പിടിപ്പിക്കുക. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് രണ്ടാമത് പ്രസംഗം കിട്ടത്തില്ല. അതുകൊണ്ട് അവരെപ്പോഴും പറയാൻ, ഒരാൾ പറഞ്ഞതങ്ങ് പോട്ടെന്ന് വെക്കാം. 9 പേര് പറയും. ആദ്യം ചെയർമാൻ പറയും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ പറയും, പ്രസംഗിക്കുന്നവൻ പറയും, പ്രാർത്ഥിക്കാൻ വരുന്നവൻ പറയും, കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠദാസനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. പരീശന്മാരുടെ അപ്പന്മാരല്ലേ ഇവരൊക്കെ? പ്രിയമുള്ളവരെ, യാക്കോബ് പറയാ, ഞാൻ കർത്താവിന്റെ ഒരു അടിമയാണ്. യേശു പറഞ്ഞു, മോശ അല്ല നിങ്ങൾക്ക് തന്നത്. ഇവിടെ ദാവീദ് പറയാ, ഞാൻ തള്ളയാടുകളെ മേയിച്ചുകൊണ്ടിരുന്നവൻ. ഇനിയും പത്രോസിനോട് ചോദിച്ചു, ശതാധിപൻ വന്ന് അവന്റെ കാൽക്കൽ വീഴുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യനാണ്. എന്താ, ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചെറിഞ്ഞേൽപ്പിക്കുക. നോ നോ, ഡോണ്ട് ചെയ്ത്. ആരാ ചെയ്യുന്നത്? ശതാധിപൻ, 100 റോമൻ പട്ടാളക്കാരെ കീഴിലുള്ളവൻ. ഞാനും നിന്നെ പോലൊരു സാധാരണ മനുഷ്യനാണ്.
ഇനി യോഹന്നാനും പത്രോസും കൂടെ മുടന്തനെ സൗഖ്യമാക്കി. അവരവരെ നോക്കിയപ്പോ ചോദിക്കുക, ഞങ്ങളെ ഏതാണ്ട് ചെയ്തെന്നോർത്ത് നിങ്ങൾ ഞങ്ങളെ നോക്കുന്നത് എന്താ? നിങ്ങൾ ക്രൂശിൽ തറച്ച യേശുവാണ് ഇത് ചെയ്തത്. 4-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ഇനിയും തീർന്നില്ല. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പത്രോസ് പറയാണ്, പത്രോസ് എന്ന ഞാന് നിങ്ങളെപ്പോലെ ഒരു കൂട്ടുമൂപ്പനാണ്, നിങ്ങൾക്ക് തുല്യനായ ഒരു മൂപ്പനാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ, നിങ്ങളെപ്പോലെ ഒരു ഉപദേശി. എന്താ? സമസ്വഭാവമുള്ളവരാണെന്ന് അവരും മനസ്സിലാക്കി. ഈ ഏലിയാവിന് താൻ ഒറ്റയ്ക്കാണെന്ന് കണ്ടപ്പോൾ വിഷമം വന്നു. തന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പേടി വന്നു. തനിക്ക് ഒളിച്ചോടിപ്പോയി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് നിരാശപ്പെട്ടു. കർത്താവേ, എന്റെ ജീവനെ അങ്ങ് എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, എല്ലാ ബലഹീനതയും തനിക്കുമുണ്ട്. തനിക്കും ഭയമുണ്ട്, തനിക്ക് ഓടിപ്പോകുന്നുണ്ട്, കംപ്ലൈന്റ് പറയുന്നുണ്ട് ദൈവത്തോട്. എനിക്ക് മതി കർത്താവേ, എന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ. താനും നമുക്ക് സമസ്വഭാവമുള്ളവനാണ്. നമ്മുടെ പ്രശ്നമൊക്കെ തനിക്കുമുണ്ടായിരുന്നു. വലിയ വീര്യപ്രവൃത്തിയൊക്കെ ചെയ്തുവെങ്കിലും തന്റെ ഈ ജീവിതത്തിൽ ഭാരവും പ്രയാസവും വന്നപ്പോൾ, വിഷമം വന്നപ്പോൾ സാധാരണക്കാരനെ പോലെ ദൈവസന്നിധാനത്തിൽ നിലവിളിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ മഹാമനസ്കതയാണ് അവിടെ കാണുന്നത്. എന്തേ? ഒരു ഉറങ്ങി കുഞ്ഞെ, നിനക്ക് വേണ്ടത് ഉറക്കമാണ്, നിനക്ക് വേണ്ടത് വെള്ളമാണ്, അപ്പമാണ്, ശക്തിയാണ്. ഉറങ്ങേ. പിന്നെയും ഉറങ്ങി. പിന്നെയും അപ്പവും വെള്ളവും കൊടുത്തു. പറഞ്ഞു, എഴുന്നേറ്റ് ഹോരേബിലേക്ക് പോകും, അവിടെ വെച്ച് ഞാൻ നിന്നോട് ഇടപെടാം. 40 ദിവസം മല കയറണം, മരുഭൂമിയിൽ കൂടെ പോകണം. ഏകദേശം 400 കിലോമീറ്ററോളം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 200 ചെല്ലുവാനും മൈലുണ്ട്. അത് മല കയറണം. അല്ലാതെ ഇന്നത്തെ പോലുള്ള റോഡല്ല. ഒരു 5, 8, 10 കിലോമീറ്റർ കൂടുതൽ ഈ ചൂടത്തെ മരുഭൂമിയിൽ കൂടെ മല കയറി ഹോരേബിലെത്തണം. എന്താ? അതിന് ദൈവം അവനെ ശക്തീകരിച്ചു. ബലഹീനനെ ശക്തീകരിച്ചു കർത്താവ്. അത് ഒരു ദിവസം കൊണ്ടല്ല, 40 ദിവസം എടുത്തു നടക്കാൻ സമയം കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം, നമ്മളാരും എന്തുവേ വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ ബലഹീനതയുണ്ട്, ഞാൻ നിരാശപ്പെട്ടു, ഞാൻ ദുഃഖിച്ചു, ഞാൻ വിഷമിച്ചു. യാക്കോബിന് ഇത് പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. അപ്പോൾ യാക്കോബ് പറയുകയാണ്, എനിക്കുള്ള പ്രശ്നം ഏലിയാവിനുമുണ്ട്, ഏലിയാവിനുള്ള പ്രശ്നം മോശയ്ക്കുമുണ്ട്, മോശയ്ക്കുള്ള പ്രശ്നം ദാവീദുമുണ്ട്. ദാവീദ് പറയാൻ, ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഓടിപ്പോയി. എവിടെ ഓടിപ്പോയി? മേലാക്കിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. തനിക്ക് ഈ ബലഹീനതയുണ്ട്. മോശ പറഞ്ഞു, അയ്യോ, ഞാൻ നിങ്ങളെ പ്രസവിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു വടിയുണ്ട് അടിച്ചു. തനിക്കും ഈ ബലഹീനതയുണ്ട്. എല്ലാവരും സമസ്വഭാവമുള്ളവരാണ്. പക്ഷെ അവർക്കൊരു മറുസൈഡുണ്ട്. അവരെ ഉപയോഗിച്ചത് ദൈവശക്തിയാണ്, ദൈവകൃപയാണ്. അത് വ്യക്തമായി പറയുന്നത് പൗലൂസാണ്. പൗലൂസ് എന്താ പറയുന്നത്? ഞാന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവൻ. ആരാ പറയുന്നത്? ഞാൻ കർത്താവിനാൽ എല്ലാം സാധിക്കാൻ ശക്തനായവൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലും നിങ്ങൾ എന്റെ അനുകാരികളാകുവാൻ പറയുന്ന മനുഷ്യൻ. ഞാൻ പിടിച്ചിട്ടില്ല, പിടിക്കാമോ എന്ന് വെച്ച് ലക്ഷ്യത്തിലേക്ക് ഓടുന്നുള്ളൂ എന്ന് പറയുന്ന മനുഷ്യൻ. ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറയുന്ന മനുഷ്യൻ. അത് കഴിഞ്ഞിട്ട് പറയുന്നു, കഷ്ടപ്പെടുവാൻ മാത്രമല്ല അവന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ.
ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഉറച്ചു പ്രഖ്യാപിച്ച മനുഷ്യൻ പറയാണ്, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ, പാപികളിൽ ഒന്നാമൻ. കാരണം ഞാൻ ദൈവസഭയെ മുടിച്ചവനാണ്. എനിക്ക് കൃപ ലഭിച്ചു എന്നുള്ളതിനാൽ ഞാൻ വ്യത്യസ്തനായിരിക്കുന്നു. എന്താ താൻ പറയുന്നത്? ഞാൻ ഒരുപാട് അധ്വാനിച്ചു, എല്ലാവരെക്കാൾ അധികം അധ്വാനിച്ചു, പക്ഷേ ഞാനല്ല. 1 കൊരിന്ത്യർ 15:10 എന്നിൽ വ്യാപരിച്ച കൃപയത്രേ. സകല മഹത്വവും താൻ കൃപ കൊടുത്ത ദൈവത്തിന് കൊടുക്കുന്നു. താനൊന്നും ചെയ്തില്ലെന്നാണ് താൻ പറയുന്നത്. എനിക്ക് ലഭിച്ച കൃപയുടെ ബഹുത്വം, ആ കൃപ കൊണ്ട് ഞാൻ ചിലത് ചെയ്തെടുത്തു എന്ന് താൻ പറയുക. ദാവീദ് എന്തോ പറഞ്ഞേ? ദൈവമേ, എനിക്ക് നിനക്ക് എന്തോ തരാൻ കഴിയും? നിങ്ങൾ നിന്ന് പ്രാപിച്ചത് ഞാൻ നിനക്ക് മടക്കിത്തരും. മനോഭാവം നോക്ക്. എനിക്കൊന്നുമില്ല, ഞാൻ തള്ളയാടുകളെ മേയിച്ചുകൊണ്ട് നടന്നു. പക്ഷേ നിനക്കിതൊക്കെ തരുവാൻ നീ എന്നെ പ്രാപ്തനാക്കി. 1 വൃത്താന്തം 29-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്റെ മനോഭാവം കാണാം. മോശ പറയുന്നത് എന്താ? ദൈവമേ, വേറെ ആരെയും ഇവിടെ, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാണ്, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. ദൈവം പറയുന്നു, മോശയെ നീ അങ്ങനെ പറയണ്ട, ഇതൊക്കെ എനിക്കറിയാം. എന്നാൽ മോശയെ കുറിച്ച് സ്തെഫാനോസ് പറയുന്നത്, അവൻ മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യാസവും പഠിച്ചവനാണ്. മോശ ആരാണ്? നിങ്ങൾ ഒരു പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിച്ചു നോക്ക്. 1-ാം അധ്യായത്തിൽ ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നു കുടിച്ചിടുന്നു. 2-ാം അധ്യായത്തിൽ നോക്ക്, ആട്ടിടയന്മാര് ആ പെമ്പിള്ളാരെ സിപ്പോറയും കുടുംബത്തെയും ഓടിച്ചുവിടുക. ആട്ടിടയന്മാരെന്നായിരിക്കുന്നത്. പക്ഷെ മോശ ഇരുന്നിട്ട് അവർക്ക് സഹായം ചെയ്തെന്ന് ഒറ്റ വാക്യമേ ഉള്ളൂ. ഈ ആട്ടിടയന്മാര്, സ്വന്തം നാട്ടുകാര് പലരും കൂടി പെമ്പിള്ളാരെ ഓടിച്ചു കളയുമ്പോ നോക്കൂ, രാവിലെ എല്ലാരും നാട്ടുകാരാ. ഒരു അന്യ നാട്ടുകാരൻ വന്നിട്ട് ഈ പെമ്പിള്ളാർക്ക് വേണ്ടി നിന്നിട്ട് ഈ ഇടയന്മാരെയൊക്കെ ഓടിക്കണമെങ്കിൽ ധനാരായിരുന്നിരിക്കണം, എന്തോ ഒരു അഭ്യാസിയായിരുന്നിരിക്കണം. അല്ലാതെ നാട്ടുകാരായി വള്ളാരെ ഇവരെ ഓടിച്ചു വിട്ടിട്ട് അവരെ എതിർക്കുന്ന ഒരു മനുഷ്യനെ സ്നേഹത്തോട് കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? താനും തന്റെ ജീവിതത്തിൽ കഴിവുള്ളവനായിരുന്നു, ആ വിദ്യാഭ്യാസമുള്ളവനായിരുന്നു, യോസിഫസ് പറയുന്നത് അവൻ യുദ്ധങ്ങൾ പലതും ജയിച്ചിട്ടുണ്ടെന്നാണ്. ഇന്ന് കാലം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം എന്താണ്? ഇവിടെ ഏലിയാവിനെ കുറിച്ച് പോലും യാക്കോബ് പറയുന്നത്, അവിടെ ഞാൻ ഒന്നുകൂടെ ചേർക്കട്ടെ, ഏലിയാവിനെ പോലും, ഏലിയാവിന്റെ ആത്മാവിൽ യോഹന്നാൻ സ്നാപകൻ വരുമെന്നാണ്. ഏലിയാവ് വരുമെന്നും മലാഖിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏലിയാവ് വന്നുപോയി. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ സാദൃശ്യപ്പെടുത്താൻ കണ്ട വ്യക്തി ഏലിയാവായിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠമായി ഉപയോഗിച്ച മനുഷ്യൻ എന്താ ഇവിടെ പറയുകയാണ്. ആ മനുഷ്യനും നമുക്ക് തുല്യനായിരുന്നു. പൗലോസ് ലുസ്രയിൽ ചെന്ന് ഒരു മുടന്തനെ സൗഖ്യമാക്കി. അപ്പോൾ ആ നാട്ടുകാര് ബർന്നബാസിനും പൗലോസിനും ഓരോ ദേവന്മാരുടെ പേരിട്ട് അവർക്ക് വേണ്ടി യാഗം കഴിപ്പാൻ വന്നപ്പോൾ പൗലോസും ബർന്നബാസും പറയാണ്, ഞങ്ങളും സാധാരണക്കാരാണ്, നിങ്ങളെപ്പോലെ എന്നും പറഞ്ഞ് അവരെ വളരെ ബുദ്ധിമുട്ടി തടഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. പത്രോസ് ഭയങ്കര അപ്പോസ്തലനാണ്, പ്രസംഗമൊക്കെ കാണും. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പ്രസംഗിച്ച് 3000 പേര് രക്ഷിക്കപ്പെട്ടു. പക്ഷേ യാക്കോബിന്റെ അവിടുന്ന് ചിലർ വന്ന ഉടനെ
താൻ ഇന്നലെ വരെ ജാതികളുടെ കൂടെ ആഹാരം കഴിച്ചിട്ട് ഇവരെ പേടിച്ചിട്ട് ജാതികളുടെ കൂടെ ആഹാരം കഴിക്കാതെ യഹൂദന്മാരുടെ കൂടെ ആഹാരം ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് നടിച്ചപ്പോ പൗലോസ് അവനോട് മുഖാമുഖം എതിർത്തു നിന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. എന്താ? പത്രോസ് മുഖാമുഖം എതിർത്തു നിന്നു. കാരണം പത്രോസ് എന്താ ചെയ്തു? കാപട്യം കാണിച്ചത്രേ. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ആ കാപട്യത്തിൽ പാപം ബർന്നബാസിനും വീണുപോയെന്നും എഴുതിയിട്ടുണ്ട്. വലിയ വലിയ മനുഷ്യരെ കാപട്യത്തിൽ വീണുപോയി. അപ്പൊ അവർക്ക് നമ്മളെ പോലുള്ള ബലഹീനതയുണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. കാപട്യത്തിലും അല്ലെങ്കിൽ പേടിച്ചു. ആരാ? പത്രോസ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ, ഉയർപ്പിച്ചവൻ, നിഴല് തട്ടി സൗഖ്യം വന്നവൻ. അവരെ മനുഷ്യത്വത്തിന്റെ ക്ഷീണങ്ങളും വീക്ക്നെസ്സും ആ ചില സന്ദർഭങ്ങളിൽ കടന്നു വരും. പക്ഷേ പത്രോസിനുണ്ടായിരുന്ന ഗുണമെന്താണെന്നറിയാമോ? അത് ഏറ്റെടുത്തു. അതുകൊണ്ട് അവരൊരു മീറ്റിംഗ് കൂടി. പറഞ്ഞു, ജാതികളെ വ്യത്യസ്തരൊന്നുമല്ല, ദൈവം അവരെ ശുദ്ധീകരിച്ചു, അതുകൊണ്ട് അവരെ കൂടെ അംഗീകരിക്കാമെന്ന് പൗലോസും ബർന്നബാസും യാക്കോബും പിന്നെ അവിടെയുള്ള അപ്പോസ്തലന്മാരെല്ലാം കൂടി തീരുമാനിച്ചു, പഠിച്ചു. തെറ്റുപറ്റിയതിൽ കുഴപ്പം വന്നത് കാണിച്ചു കൊടുത്തപ്പോൾ തിരുത്തി. അതാണ് അവരുടെ ഗുണം. നമ്മുടെ ഗുണം എന്താണെന്നറിയോ? ഞാൻ കാണുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോഴും ഉയർത്തുക മനുഷ്യരെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ വലിയ ഉയർച്ച ഒന്നും ചെയ്യരുത്. എന്താ ചെയ്തത്? അയ്യോ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്, കർത്താവിന്റെ വലിയ ദാസൻ. ഇതൊക്കെ മുഖസ്തുതിയുടെ ഭാഗമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടില്ലേ? ദൈവത്തെ അങ്ങോട്ട് പഠിപ്പിക്കുക എല്ലാം. അത് മാറണം. കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് കഴിഞ്ഞ 18 വർഷം ഞാൻ പ്രസംഗിച്ചിട്ട് ഒന്നിനും ഒരു മാറ്റം ഞാൻ ഇന്ന് വരെ കാണുന്നില്ല. പഠിക്കത്തില്ല. ഇന്നലത്തേത് തന്നെ ഇന്ന് റിപ്പീറ്റ് ചെയ്യും. ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. എന്നാൽ പത്രോസും ബർന്നബാസും മാറ്റം വരുത്തി. ഇനിയും പൗലോസിന്റെ ജീവിതത്തിൽ നോക്ക്. പൗലോസും മർക്കോസിനെ കൊണ്ടുപോകാൻ പാടില്ലെന്നും പറഞ്ഞ് വാദിച്ച് വലിയ കൂട്ടുകെട്ട് വരെ വിട്ടു. ബർന്നബാസിനോടുള്ള കൂട്ടുകെട്ട് വരെ വിട്ടു. ബർന്നബാസാണ് പൗലോസിനെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തുന്നത്. തർസോസിൽ പോയി വെറുതെ കുത്തിയിരുന്നപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന ആന്റിയോക്ക് സഭയിൽ ടീച്ചിങ്ങിനുള്ള അവസരം കൊടുത്തു. അവിടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ഇവരെ രണ്ടിനെയും കൂടെ വേർതിരിച്ചു. പക്ഷെ മർക്കോസ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ കാര്യത്തിൽ പൗലോസ് പറഞ്ഞു, അവനെ ഗുണമില്ല, അവനെ എഴുതി തള്ളി. ഇവൻ ഗുണമില്ല. പക്ഷെ ബർന്നബാസ് അത് സമ്മതിച്ചില്ല. ബർന്നബാസ് അവനെയും കൂട്ടിക്കൊണ്ടുപോയി. പൗലോസിന്റെ കൂട്ടുകെട്ട് പോയാലും ഒരുത്തൻ തളർന്നിരിക്കുന്നവനെ ഉയർത്തണമെന്ന് തീരുമാനിച്ച ബർന്നബാസ് പൗലോസിനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പൗലോസ് കറക്റ്റ് ചെയ്തില്ല അന്ന്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, മാർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരണം, അവൻ എനിക്ക് ഉപകാരമുള്ളവൻ, മിനിസ്ട്രിക്ക് ഉപകാരമുള്ളവൻ. ജയിലിൽ കിടക്കുമ്പോഴാ പറയുന്നത് കേട്ടോ. 2-ാമത്തെ തിമോത്തിയോസിന്റെ ലേഖനത്തിലായിരുന്നത്. താൻ മരിക്കാറൊക്കെ ആയിരിക്കുക. അപ്പോൾ തന്റെ അവസാന കാലത്ത് മാർക്കോസുമായി സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിച്ച പൗലോസ്, എനിക്ക് ആവശ്യമാണ് അവനെ. അപ്പൊ അതിനെ ബർന്നബാസ് അവനെ കറക്റ്റ് ചെയ്യുവാൻ ഇടയാക്കിയത്. ബർന്നബാസ് പറഞ്ഞപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ താൻ തന്റെ തെറ്റ് തിരുത്തി, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ, അവനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറവാൻ പൗലോസ് മരിക്കുന്നതിന് മുൻപേ എന്തോ തീരുമാനിച്ചു. തന്റെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തുവാൻ അവൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾക്കുള്ള എല്ലാ മാനസിക തകരാറുകളും ഈ വലിയ മനുഷ്യർക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കുള്ളത് കൊണ്ട്, എല്ലാം ഉപദേശിച്ച് സകല സത്യത്തിലും വഴി നടത്തുന്നത് കൊണ്ട്,
സത്യം എന്താണെന്ന് നാം കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നടത്തിയാൽ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യയില്ലെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യണം? ദൈവകൃപ ലഭിച്ചിരിക്കുന്ന നാം പരിശുദ്ധാത്മാവിനാൽ നടക്കപ്പെടണം. അത് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. അതിന് നാം എന്തോ ചെയ്യണം? പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ആദ്യത്തെ കാര്യം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല കുടുംബജീവിതം വേണമെന്ന്. അവനവൻ നന്നാകണം, അതിന് സ്തോത്രം ചെയ്യണം, ദൈവത്തോട് നന്ദി പറയണം, ഹൃദയത്തിൽ കർത്താവിന് പാടണം. അങ്ങനെ അവനവൻ നന്നാകണം, നന്ദിയുള്ളവരായിരിക്കണം. അതാണ് 19-20 വാക്യം 5-ാം അധ്യായത്തിൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന 18-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയുവീൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ കർത്താവിനു വേണ്ടി നാം സമർപ്പിക്കപ്പെടുന്ന, ഹൃദയത്തിൽ നന്ദിയുള്ള, സ്തോത്രം ചെയ്യുന്ന നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥരായി മാറും. നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥരാകുമ്പോൾ അന്യോന്യം കീഴ്പ്പെടും. അതാ 21-ാം വാക്യത്തിൽ, അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴടപ്പീൻ, വലിയവരെന്നുള്ള ഭാവം നഷ്ടപ്പെടും. ഭർത്താവിനും ഉണ്ടാകത്തില്ല, ഭാര്യയ്ക്കും ഉണ്ടാകത്തില്ല, വിശ്വാസിക്കും ഉണ്ടാകത്തില്ല, പാസ്റ്റർക്കും ഉണ്ടാകത്തില്ല, ആർക്കും ഉണ്ടാകത്തില്ല. അന്യോന്യം 21-ാം വാക്യം കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. എല്ലാവരും അന്യോന്യം കീഴടങ്ങുകയും. അത് കഴിയുമ്പോഴാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാൻ പറയുന്നത്. കർത്താവിന് കീഴടങ്ങുന്നവരെ ഭർത്താവിന് കീഴടങ്ങുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വയം തന്നെത്താൻ ശരിയാകുന്നവരും കർത്താവിന് നന്ദി കൊടുക്കുന്നവരെ കർത്താവിന് കീഴടങ്ങത്തുള്ളൂ, ഭർത്താവിന് കീഴടങ്ങത്തുള്ളൂ, ഭാര്യയെ സ്നേഹിക്കത്തുള്ളൂ, മക്കളോട് നന്നായി പഠിപ്പിക്കത്തുള്ളൂ, മക്കളെ അനുസരിക്കത്തുള്ളൂ, ദാസന്മാര് ജോലി ചെയ്യത്തുള്ളൂ. അവരാണ് പിശാചിനെ ദൈവശക്തിയാലും ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയുള്ളൂ. അവരാണ് പിശാചിനോട് പോരാടുന്നത്. അവരുടെ ആയുധം എന്തൊക്കെയാണ്? അവരുടെ ആയുധം അവര് രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ ആയുധം അവര് ദൈവവചനം ഉപയോഗിക്കുന്നവരാണ്. അവരുടെ ആയുധം അവര് സുവിശേഷം പറയുന്നവരാണ്. അവരുടെ ആയുധം അവരുടെ വിശ്വാസമാണ്. അവരുടെ ആയുധം നല്ല പ്രവൃത്തി ചെയ്യുന്നവരാണ്. അവരുടെ ആയുധം സത്യം അരക്കിട്ടിയവരാണ്. ആരാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ. സ്വയമായി നന്നായിട്ട് കർത്താവിന് കീഴടങ്ങി കുടുംബത്തിൽ ചെയ്യേണ്ടത് ചെയ്ത് ജോലി സ്ഥലത്ത് നന്നായി ചെയ്ത് ജീവിക്കുന്നവൻ പിശാചിനോട് പോരാടുവാൻ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും കൃപകളും ഉള്ള വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നുള്ള ബോധം, ശിരസ്ത്രം, രക്ഷ എന്ന ശിരസ്ത്രം, വിശ്വാസം എന്ന പരിച, വിശ്വാസത്താൽ ദൈവവചനം ഉപയോഗിച്ച് സുവിശേഷം പറഞ്ഞ് സത്യം നമ്മുടെ ബലമായി ജീവിതം ചെയ്യുമ്പോൾ അവൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. 18-ാം വാക്യം, ഏത് നേരത്തും എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. അല്ല 3 അന്യഭാഷ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നവനല്ല. പെന്തക്കോസിൽ വന്ന ഏറ്റവും വലിയ അബദ്ധമതാ. അന്യഭാഷ പറഞ്ഞാൽ ഞാൻ എല്ലാവരെക്കാൾ മിടുക്കനാണെന്നുള്ള ചിന്ത. ഉറക്കെ പറയുന്നവൻ വലിയ ആത്മീയന്. പക്ഷേ അത് വേണ്ടത് 18-ാം വാക്യം 6-ാം അധ്യായത്തിൽ. അത് പറയുന്നതിന് മുമ്പ് ഒരുപാട് കറക്ഷൻ വരുത്തണം. അവൻ സ്വയം നന്നാകണം, അവൻ കുടുംബത്തിൽ നന്നാകണം, ഭാര്യയായി നന്നായി ചെയ്യണം, ഭർത്താവായി നന്നായി ജീവിക്കണം, മക്കളായി നന്നായി ജീവിക്കണം, അത് ദാസന്മാരായി ജോലിക്കാരായി നന്നായി ജീവിക്കണം, യജമാനൻ നന്നായി ജീവിക്കണം. അങ്ങനെ വരുമ്പോഴാണ് കർത്താവിന്റെ ബലത്തിലും കർത്താവിന്റെ സ്വഭാവ വൈശ്യത്തിലും നിറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകുന്നത്. പ്രിയമുള്ളവരെ, നാം ഏലിയാവിന് തുല്യരാണ്. നമ്മുടെ ജീവിതവും ബലഹീനമാണ്. ഏലിയാവിനെ ഉപയോഗിച്ച അതേ ദൈവം
യാക്കോബിനെ ഉപയോഗിച്ച അതേ ദൈവം, പത്രോസിനെ ഉപയോഗിച്ച അതേ ദൈവം, മോശയെ ഉപയോഗിച്ച അതേ ദൈവം, ദാവീദിനെ ഉപയോഗിച്ച അതേ ദൈവം പരിശുദ്ധാത്മാവിലും അവന്റെ കൃപയാലുമാണ് ഉപയോഗിച്ചത്. അവൻ നമുക്ക് കൃപ തന്നു, അവൻ നമുക്ക് ശക്തി തന്നു, നമുക്ക് സകല സത്യത്തിലും വഴി നടത്തുവാൻ സത്യത്തിന്റെ വചനം നമുക്ക് തന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഞാൻ നിർത്താൻ പോകുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരണം? നമ്മുടെ ജീവിതം നാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഭക്തിക്കും ജീവനും വേണ്ടതൊക്കെ തന്നതാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചതാണ്. എന്നാൽ ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവ്, നമ്മുടെ പരാജയത്തെ കണ്ട് മരുഭൂമിയിൽ അവൻ കിടന്ന് ചാകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കർത്താവല്ല. ഇതിനു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, മോശയ്ക്ക് വേണ്ടി തന്നെത്താൻ പോലും അടക്കുവാൻ ദൂതനെ വിടുന്ന ഒരു കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ പൗലോസിനു വേണ്ടി എന്തുമേലും ചെയ്ത കർത്താവ്, പത്രോസിനെ വിടുവിച്ച ദൈവം, പൗലോസിനെ വിടുവിച്ച ദൈവം നമ്മുടെ ബലഹീനത കണ്ടിട്ടല്ല, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് കണ്ട്, പ്രിയ മക്കളാണെന്ന് കണ്ട്, എനിക്ക് കൃപയും എനിക്ക് ദൈവശക്തിയും എനിക്ക് ദൈവവചനവും തന്ന കർത്താവ് സകലതും ഉപദേശിച്ചു തരും, സകല സത്യത്തിലും വഴി നടത്തും. ഇവരൊക്കെ നമുക്ക് സമസ്വഭാവമുള്ളവരായിരുന്നു. അവരിൽ കൂടെ വലിയവ ചെയ്ത കർത്താവ്, ഞാൻ അധികം ചെയ്തു, ഞാനല്ല എന്നെ വ്യാപരിച്ച കൃപയാണെന്ന് പറഞ്ഞ പൗലോസ് നമ്മുടെ കൂട്ടാണ്. യേശു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടുകൂടെ എൻ്റെ പിതാവുണ്ട്. അവൻ എന്നെ ഏകനായി വിടാത്തത് കൊണ്ട് ഞാൻ അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട്, ദൈവത്തിന്റെ കരുണ എനിക്ക് ലഭിച്ചതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടത്തപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഉപദേശിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ടവയെ കറക്റ്റ് ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി നമ്മിൽ കൂടെ വ്യാപരിച്ച ദൈവശക്തി എന്തെങ്കിലും ചെയ്താൽ, ഞാനല്ല, എന്ന കൃപയാണ്. ഞാൻ സഹോദരങ്ങളാണ് അന്യോന്യം, എനിക്കൊരു നേതാവേ ഉള്ളൂ, അത് കർത്താവാണ്. ആ കർത്താവിന്റെ കൃപ ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ യാക്കോബിനെ പോലെ പറയും, ഞാൻ കർത്താവിന്റെ ദാസനാണ്. മറ്റുള്ളവരും നമുക്ക് സമസ്വഭാവമുള്ളവരാണ്, പക്ഷെ അവരെ ഉപയോഗിച്ച ഒരു മഹാദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ജ്ഞാനത്താൽ, ആ ദൈവത്തിന്റെ ശക്തിയാൽ, ആ ദൈവത്തിന്റെ കൃപയാൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ എന്നെ ദൈവം അവന്റെ ഉപകരണമാക്കി മാറ്റും. യജമാനന് പ്രസാദമുള്ള വിശുദ്ധമായ മാനപാത്രമാണെങ്കിൽ ദൈവം നമ്മെ അധികം ഉപയോഗിക്കും. അത് 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിലാണ്. തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ യജമാനന് ഹിതവാമണ്ണം മാന്യപാത്രങ്ങളായി നമ്മെ ഉപയോഗിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നാം ആരുമല്ല, നാം മറ്റുള്ളവർക്ക് സമസ്വഭാവമുള്ളവരാണ്. വ്യത്യസ്തരായതുകൊണ്ടല്ല, മിടുക്കന്മാരായതുകൊണ്ടല്ല, കുലീനന്മാരായതുകൊണ്ടല്ല, ബുദ്ധിമാന്മാരായതുകൊണ്ടല്ല, അവന്റെ കൃപയാൽ, അവന്റെ ശക്തിയാൽ, അവന്റെ വചനത്താൽ, അവന്റെ സാന്നിധ്യത്താൽ അവൻ നമ്മെ ഉപയോഗിക്കുന്നു മാന്യപാത്രങ്ങളായി. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവനായിരുന്നു. അവനും പ്രാർത്ഥിച്ചു വലിയ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്റെ സന്നിധാനത്തിൽ നിന്റെ ദാസന്മാരായി കർത്താവേ നിന്റെ മുൻപാകെ ഇരിക്കുന്നു. ഞങ്ങള് നിരാശയുള്ളവരാണ്, ദുഃഖമുള്ളവരാണ്, ക്ഷീണമുള്ളവരാണ്, ഭയമുള്ളവരാണ്, ഓടിപ്പോകുന്നവരാണ്. എന്നാലും ഞങ്ങളെ തള്ളിക്കളയാത്ത ദൈവസ്നേഹം, ദൈവകൃപ ഏലിയാവിനെ കണ്ടെത്തി വലിയ മിനിസ്ട്രിക്കായി വിട്ട ദൈവമേ, ഞങ്ങളോടും കരുണ തോന്നി വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവിലും കുറ്റങ്ങളും ഞങ്ങളെ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ഇന്നുവരെയും നടത്തി അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, അങ്ങയുടെ പരിപാലനത്തിനായി സ്തോത്രം, അങ്ങയുടെ ഞങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതിക്കായി സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരുന്ന് ആ നല്ല പോർ ചെയ്യുവാൻ, ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ, വിശ്വാസം കാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
നല്ലവനും വിശ്വസ്തനും എന്നുള്ള പേര് കേൾക്കുവാൻ നിന്റെ സന്നിധാനത്തിൽ ഭക്തിയോടും ഭയത്തോടും വിശുദ്ധിയോടും ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ സമർപ്പിക്കുന്നു. അടിയനെ കേട്ട നിന്റെ മക്കളെ ഒക്കെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും ശരീരത്തിലും ആത്മാവിലും വികാരത്തിലും കർത്താവെ എല്ലാവിധ ബുദ്ധിയിലും ചിന്തയിലും വാക്കുകളിലും അങ്ങയുടെ മാന്യപാത്രങ്ങളായിരിക്കാൻ ഞങ്ങളെയൊക്കെയും ഏൽപ്പിച്ചു തരുന്നു. കുറവും കുറ്റങ്ങളിൽ ക്ഷമിക്കണമേ. പുത്രനെ മഹത്വീകരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ആരാണെന്ന് ദൈവം അറിയുന്നു. ദൈവം നമ്മെ ഉപയോഗിക്കാൻ നമുക്ക് മാന്യപാത്രങ്ങളായി കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ല എങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം.